ഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ 3 ദിവസം നീണ്ടുനിന്ന ജനം ടി വി ജനോത്സവം സമാപിച്ചപ്പോൾ ആ വലിയ വിജയത്തിന് പിന്നിൽ നിശബ്ദരായി പ്രവർത്തിച്ച ഒരു കൂട്ടം യുവജനങ്ങളുണ്ട്. അവരിൽ പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലെ MBA വിദ്യാർത്ഥികളെയും കാണാം. ക്ലാസ് മുറികളിലെ പാഠങ്ങൾക്കപ്പുറം പ്രായോഗികമായി സംഘാടന മികവ് പ്രാപ്തമാക്കാനും വിദ്യാർത്ഥികളുടെ അഭിരുചികൾ തിരിച്ചറിയാനും ഉള്ള അവസരം കൂടിയാണ് ജനോത്സവ വേദി ഒരുക്കിയത്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അടക്കം 500-ലധികം കലാകാരന്മാർ രാജ്യതലസ്ഥാനത്ത് നടത്തിയ കലയുടെ മഹാവിരുന്ന്. ജനോത്സവം വൻ വിജയത്തിലേക്ക് എത്തിച്ച അനേകം കരങ്ങൾക്കൊപ്പം കർമ്മനിരതരായിരുന്നു പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളും. പ്രത്യേക താല്പര്യമെടുത്താണ് ഈ വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ജനോത്സവ വേദിയിൽ സേവന സന്നദ്ധരായി എത്തിയത്. നമ്മുടെ അഹല്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിന് നമുക്ക് ജനോത്സവത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി. കാരണം നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങൾ മറ്റെല്ലാം കേരളത്തിൽ അവതരിപ്പിക്കുന്നതിലുപരി നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് എങ്ങനെയായിരിക്കും അതിന് നമ്മുടെ സ്റ്റുഡൻസ് എന്ന നിലയിൽ, പ്രത്യേകിച്ച് MBA സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് എത്രത്തോളം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം നല്ല രീതിക്ക് ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അതിലൊരു പാർട്ടാവാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു. സോ നമ്മളുടെ ഒരു താല്പര്യം അവതരിപ്പിച്ചപ്പോൾ ജനം ടിവിയും മറ്റ് സംഘാടകരും വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതിനൊരു ഓപ്പർച്യൂണിറ്റി തരികയും ചെയ്തു. സ്റ്റോറിലെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആണോ? യെസ് സർ, എല്ലാം അപ്ഡേറ്റഡ് ആണ്. യെസ് സർ, ഉണ്ട്, എല്ലാം ഓക്കെയാണ്. VIP-കളെ സ്വീകരിക്കുന്നത് മുതൽ 10,000-കണക്കിന് വരുന്ന കാണികളെ നിയന്ത്രിക്കുന്നതുവരെ യാതൊരു പരാതികൾക്കും ഇടയില്ലാത്ത വിധം ഇവർ ഭംഗിയാക്കി. MBA പഠനത്തിന്റെ ഭാഗമായുള്ള ഇവന്റ് മാനേജ്മെന്റ് പാഠങ്ങൾ പ്രായോഗികമായി പരീക്ഷിച്ച് വിജയിപ്പിക്കുകയായിരുന്നു ഇവർ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനോത്സവത്തിന്റെ വിജയത്തിനായി ഓടി നടന്ന ഈ വിദ്യാർത്ഥികളുടെ സേവനം ജനം TVക്കൊപ്പം ഡൽഹിയിലെ മലയാളി സമൂഹവും ഒരുപോലെ പ്രശംസിച്ചു. പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ വലിയൊരു പാഠമായിരുന്നു ജനോത്സവം. ആസ് എ മാനേജ്മെന്റ് സ്റ്റുഡൻസ് എന്നുള്ള ലെവലിൽ നമുക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈവൻ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ്, ക്രൈസിസ് എങ്ങനെ മാനേജ്മെന്റ് ചെയ്യും, എങ്ങനെയാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണ്ടതെന്ന്, അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലി നമുക്കത് അപ്ലിക്കബിൾ ചെയ്യാൻ പറ്റി, നമ്മൾ പഠിച്ച തിയറീസും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ അഹല്യ സ്കൂൾ ഓഫ് മാനേജ്മെന്റിനെ പറ്റി പറയാച്ചാൽ അവർ ഇതുപോലെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ആസ് എ സ്റ്റുഡൻറ് എന്ന ലെവലിൽ നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു എക്സ്പോഷറാണ്. കലയും സംസ്കാരവും ഇഴചേർന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ കേരളീയ ഉത്സവം വൻ വിജയമായപ്പോൾ അതിൽ തങ്ങളുടെ അധ്വാനവും ഒരു പങ്കുവഹിച്ചു എന്ന ആത്മസംതൃപ്തിയോടെയാണ് അഹല്യയിലെ ഈ മിടുക്കർ പാലക്കാടേക്ക് മടങ്ങുന്നത്. ജനം, ഡൽഹി.